Welcome to my channel. Today's topic is from Moonlit Dawn text. The poem is La Belle Dame Sans Mercy. At first നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം, ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ പല സ്റ്റുഡൻസും ലാ ബെല്ലെ ഡെമെ സാൻസ് മേഴ്സി എന്നൊക്കെ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. ബട്ട് അത് മിസ്റ്റേക്കാണ്. ലാ ബെൽ ഡെയിം സാൻസ് മേഴ്സി. ഈ വേർഡ്സൊക്കെ തന്നെ ഫ്രഞ്ച് വേർഡ്സ് ആണ്. ഇതിൻ്റെ മീനിങ് എ ബ്യൂട്ടിഫുൾ ലേഡി വിത്തൗട്ട് മേഴ്സി, ദയയില്ലാത്ത സുന്ദരിയായ സ്ത്രീ എന്നുള്ളതാണ് ഇതിൻ്റെ മലയാളം മീനിങ്. ഓക്കെ, അപ്പോൾ ജോൺ കീറ്റ്സ് എന്ന് പറയുന്ന റൊമാൻറ്റിക് ഏജിൽ ഫേമസ് ആയിട്ടുള്ള പോയറ്റാണ് ഈ ഒരു പോം എഴുതിയിരിക്കുന്നത്. റൊമാൻറ്റിക് ഏജിൽ നമുക്കറിയാം അതർ പോയിറ്റ്സ് എന്ന് പറയുന്നത് വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ്, ഷെല്ലി, ബൈറൺ. ഓക്കെ, അനദർ വൺ ഈസ് കീറ്റ്സ്. ഓക്കെ, അപ്പോൾ ഇതിൽ കീറ്റ്സ് പറയുന്നുണ്ട്, ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ പോമാണ്. കീറ്റ്സിൻ്റെ ലേഡി ലവിൻ്റെ നെയിമുണ്ട്, ഫാനി ടൗൺ. അപ്പോൾ ആ ഒരു ലേഡിയെ കീറ്റ്സ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ലേഡി ലവ് ആയിരുന്നു. പക്ഷേ കീറ്റ്സിനെ അവരെന്ത് ചെയ്തു, അവോയ്ഡ് ചെയ്യുന്നു. അപ്പോൾ കീറ്റ്സിൻ്റെ ഏത് പോം എടുത്താലും കീറ്റ്സിൽ ആ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോം എന്ന് പറയുന്നത് ഒരു ഡ്രീം ലൈക്ക് പോമാണ്. പിന്നെ ഇതൊരു ബാലഡാണ്, മിഡീവിയൽ ബാലഡ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതിൽ ഫസ്റ്റ് 3 സ്റ്റാൻസാസ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, അതിൻ്റെ ആൻസറാണ് ബാക്കി സ്റ്റാൻസാസിലൂടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ആദ്യമേ ഒരു ട്രാവലർ നമ്മുടെ നൈറ്റിനോട് ചോദിക്കുന്നു. നൈറ്റിൻ്റെ സ്പെല്ലിങ് KNIGHT. സ്ട്രോങ് വാറിയേഴ്സിനെയാണ് നൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നൈറ്റിനോട് ചോദിക്കുന്നു, എന്താണ് നൈറ്റ്, വൈ ആർ യു വാണ്ടറിങ് എലോൺ ആൻഡ് ലുക്കിംഗ് പെയിൽ? എന്തുകൊണ്ടാണ് നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത്? ആൻഡ് ആഫ്റ്റർ ദാറ്റ് യു ലുക്സ് ടു പെയിൽ, ക്ഷീണിച്ച് കാണുന്ന എന്താ? എന്നിട്ട് പറയുന്നുണ്ട്, സെഡ്ജ് എന്ന് പറഞ്ഞാൽ ഗ്രാസ് ലൈക്ക് പ്ലാന്റ്സ് ഒക്കെ ലേക്കിൽ നിന്നും ഡീക്കേഡായി. അതുപോലെ ബേർഡ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, സിങ് ചെയ്യുന്നില്ല. കാരണം ഡ്യൂ ടു എക്സ്ട്രീം കോൾഡ് ആയതുകൊണ്ട് തന്നെ ബേർഡ്സ് ഒക്കെ മൈഗ്രേറ്റ് ചെയ്ത് അതർ കൺട്രീസിലേക്ക് പോയി. അതുകൊണ്ടാണ് ബേർഡ്സ് ഒന്നും സിങ് ചെയ്യാത്തതും. സെഡ്ജ് ഡീക്കേ ആയിപ്പോയി എക്സ്ട്രീം കോൾഡ് ആയതുകൊണ്ട്. അത്രയും എക്സ്ട്രീം കോൾഡിൽ ആരും പുറത്തിറങ്ങാൻ ഇഷ്ടപ്പെടാത്ത ആ ഒരു കോൾഡ് ടൈമിൽ നിങ്ങൾ എന്താണ് ഇങ്ങനെ വാണ്ടർ ചെയ്ത് നടക്കുന്നു എന്ന് ഫസ്റ്റ് സ്റ്റാൻസയിൽ ചോദിക്കുന്നു. എഗെയിൻ അതിൻ്റെ ആൻസർ നൈറ്റ് കൊടുക്കുന്നില്ല. സോ റിപ്പീറ്റ് ചെയ്യുന്നു അടുത്ത സ്റ്റാൻസയിൽ, എന്താണ് നൈറ്റ് ഇങ്ങനെ വാണ്ടർ ചെയ്ത് നടക്കുന്നത്? സോ ഹാഗേഡ് ആൻഡ് സോ ഓപ്പൺ, ലുക്കിംഗ് സോ ടയേർഡ്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ ലാക്ക് ഓഫ് സ്ലീപ്പ്, ഉറക്കം കിട്ടാതെ ഭയങ്കര ടയേർഡായിരിക്കുന്നത്. പിന്നെ എഗെയിൻ പറയുന്നുണ്ട്, സ്ക്വിറൽസ് ഗ്രാനറി ഈസ് ഫുൾ ആൻഡ് ദ ഹാർവസ്റ്റർ. സ്ക്വിറലിൻ്റെ ഗ്രാനറിയൊക്കെ അവർ ഈ കോൾഡ് എക്സ്ട്രീം വിൻ്റർ സീസൺ വരുന്നതിന് മുന്നേ അവരുടെ ധാന്യപ്പുരയൊക്കെ സ്ക്വിറലൊക്കെ എന്ത് ചെയ്യും, അനിമൽസൊക്കെ അത് ഫില്ല് ചെയ്യും. ഓക്കെ, എന്നിട്ടാണ് അവർ 6 months പുറത്തിറങ്ങാതെ, വിൻ്റർ സീസണിൽ പുറത്തിറങ്ങാതിരിക്കുക. അതുപോലെ ഫാർമേഴ്സ് ഓൾറെഡി ഹാർവസ്റ്റൊക്കെ നടത്തി, കൊയ്ത്തൊക്കെ നടത്തി കഴിഞ്ഞു, അവരുടെ കൃഷിയൊക്കെ കഴിഞ്ഞു. ആരും പുറത്തിറങ്ങുന്നില്ല. ആരും പുറത്തിറങ്ങാത്ത ഈ ഒരു എക്സ്ട്രീം കോൾഡ് സീസണിലും എന്തിനാണ് നൈറ്റ് ഇങ്ങനെ ഒറ്റയ്ക്ക് പുറത്ത് നടക്കുന്നത് ആൻഡ് ഭയങ്കര ടയേർഡായിട്ട് തോന്നുന്നത്? എഗെയിൻ നൈറ്റ് ആൻസർ കൊടുക്കുന്നില്ല. എഗെയിൻ നമ്മുടെ ട്രാവലർ ഈ ഒരു ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്യുന്നു. ഐ സീ എ ലിലി ഓൺ ദൈ ബ്രോ. ബ്രോ മീൻസ് ഫേസ് എന്നാണ്. നിങ്ങളുടെ ഫേസിൽ ഞാനൊരു ലിലി ഫ്ലവറിനെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു യൂസേജ് ഉണ്ടല്ലോ, വെളുത്തിരിക്കുക എന്നുള്ള, എന്ന് പറഞ്ഞാൽ ടയേർഡ് ആണെന്നുള്ള മീനിങ്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ ഫേസിൽ എന്ത് കാണുന്നു? ഒരു ലിലി ഫ്ലവറിനെ കാണുന്നു. അതായത് നൈറ്റ് ഇങ്ങനെ ഭയങ്കര ടയേർഡായിരിക്കുന്നു എന്നാണ്. അതുപോലെ ഭയങ്കര സ്വെറ്റാണ്, ഫീവർ ഉള്ളതുപോലെ തോന്നുന്നു. നൈറ്റിൻ്റെ ചീക്സിൽ ഫെയ്ഡിങ് റോസ് മീൻസ് എന്താ? റോസിൻ്റെ കളറ് ഭയങ്കര റെഡാണ്. അപ്പം നൈറ്റിൻ്റെയൊക്കെ ഫേസ് ഫുൾ എനർജറ്റിക് ആയിട്ടുള്ള റെഡ് റോസിൻ്റെ കളറാണ്. പക്ഷേ ഇവിടെ എന്താണ്? ഫെയ്ഡിങ് റോസിൻ്റെ കളർ മീൻസ് സോ ടയേർഡ് എന്നുള്ള മീനിങ്. ദീസ് ആർ അഗെയിൻസ്റ്റ് ദ ഫീച്ചേഴ്സ് ഓഫ് നൈറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പം നൈറ്റ് ആ 3 സ്റ്റാൻസാസിലൂടെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, എന്താ? വൈ ആർ യു വാണ്ടറിങ് എലോൺ ആൻഡ് ലുക്കിംഗ് ടയേർഡ് എന്ന്. അപ്പോൾ അതിൻ്റെ ആൻസർ ആ നൈറ്റ് ബാക്കി സ്റ്റാൻസയിലൂടെ പറയുന്നത്, ഞാനൊരു ലേഡിയെ മെഡോസിൽ മീറ്റ് ചെയ്തു, അവൾ എക്സ്ട്രീംലി ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഷീ ലുക്സ് ദ ചൈൽഡ് ഓഫ് എ ഫെയറി, ഒരു ഫെയറിയുടെ ചൈൽഡിനെ പോലെ കണ്ടു. ഹെയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ലോങ് ഹെയർ ആയിരുന്നു. അവൾ നടക്കുന്നത് കാണാൻ തന്നെ ഭയങ്കര ബ്യൂട്ടിയാണ്. അവളുടെ കണ്ണുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ വൈൽഡായിട്ടുള്ള ഐസ്. വൈൽഡ് മീൻസ് എന്താ? എൻചാൻഡിങ്, വശീകരിക്കുന്ന രീതിയിലുള്ള കണ്ണുകളാണ് ആ ഫെയറി ചൈൽഡിൻ്റെ കണ്ണുകളെന്ന്. ഞാനൊരു ഗാർലൻഡ്, അവൾ ഫ്ലവേഴ്സ് കൊണ്ടുള്ള ഒരു ഗാർലൻഡ് അവളുടെ ഹെഡിന് വേണ്ടി കൊടുത്തു. ആൻഡ് ബ്രേസ്ലെറ്റ്സ് കൊടുത്തു, ഫ്രാഗ്രൻസ് സോൺ കൊടുത്തു. അപ്പോൾ ഇതൊക്കെ ഞാൻ ഗിഫ്റ്റ് ചെയ്തപ്പോൾ വെൻ ഐ ഗിഫ്റ്റഡ് ദീസ് ടു ഹെർ, എന്ത് ചെയ്യാണ്? അവൾ എന്നെ നോക്കി ലവ് ഉള്ളതുപോലെ, ഈ ഫെയറീസൊക്കെ അവരുടെ ലവ് എക്സ്പ്രസ് ചെയ്യുന്നത് ഒരു സ്വീറ്റ് സൗണ്ടിലൂടെയാണ്. അതുപോലെ അവൾ ആ സൗണ്ട് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ തുടങ്ങി.
അപ്പോൾ എനിക്കെന്ത് ഫീൽ ചെയ്തു, ആ ലേഡിക്ക് ആ ഫെയറിയുടെ ചൈൽഡിന് എന്നോട് ലവ് ഉള്ളതുപോലെ തോന്നിയത് കൊണ്ട് തന്നെ ഞാൻ അവളെ എൻ്റെ ആ ഒരു മൂവിങ് ഹൗസിലേക്ക് ഇരുത്തി. ആൻഡ് നത്തിങ് എൽസ് സോ ഓൾ ഡേ ലോങ്. കണ്ടോ, നമ്മുടെ നിവിൻ പോളി തട്ടത്തിൻ മറയത്ത് ഫിലിമിൽ പറയുന്നില്ലേ, ആ ഒരു ദിവസം മുഴുവനും എനിക്ക് കാണാൻ, അങ്ങനത്തെ ഒരു ഡയലോഗില്ലേ, അതുപോലെ ഇതിൽ പറയുന്നത് എന്താ, എനിക്ക് ആ ഒരു ദിവസം ഒന്നും കാണാൻ കഴിഞ്ഞില്ല. ഞാൻ അവളെയും കൊണ്ട് ഫെയറി ലേഡിയെയും കൊണ്ട് ഞാനിങ്ങനെ റൈഡ് ചെയ്യായിരുന്നു. ആൻഡ് അവൾ ആ ഹൗസിലിരുന്നിട്ട് ഫെയറിയുടെ ആ ഒരു മനോഹരമായിട്ടുള്ള സോങ് എനിക്ക് പാടിത്തന്നു എന്നാണ്. ഓക്കെ, എന്നിട്ട് അവൾ എനിക്ക് കുറേ ഗിഫ്റ്റ് തന്നു, റൂട്ട്സ് തന്നു, ഈറ്റബിൾ റൂട്ട്സ് തന്നു, സ്വീറ്റ് ആയിട്ടുള്ള ഒരുപാട് ടേസ്റ്റി ആയിട്ടുള്ള തിങ്സ് എനിക്ക് തന്നു, വൈൽഡ് ഹണി തന്നു, ആൻഡ് മന്ന ഡ്യൂ. മന്ന മീൻസ് ഒരു ബൈബിൾ റെഫറൻസാണ്. ഈ ജെറുസലേമിലേക്ക് പോകുന്ന, പ്രോമിസ്ഡ് ലാൻഡിലേക്ക് പോകുന്ന ടൈമിൽ ഇസ്രായേലിസ്റ്റിന് ഗോഡ് മോസസിന് കൊടുക്കുന്ന ആ ഒരു വളരെ ടേസ്റ്റി ആയിട്ടുള്ള അമൃത് പോലത്തെ ഒരു ഫുഡാണ് ഏതാ മന മീൻസ്. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ടുള്ള തിങ്സൊക്കെ, ഈറ്റബിൾ തിങ്സൊക്കെ ആര് കൊടുക്കുന്നു, ലേഡി നമ്മുടെ നൈറ്റിന് കൊടുക്കുന്നു. ആൻഡ് ഇൻ ഷുവർ ഇൻ ലാംഗ്വേജ് സ്ട്രേഞ്ച് ഷീ സെഡ് ഐ ലവ് ദീ ട്രൂ. ഐ ലവ് ദീ എന്ന് പറഞ്ഞാൽ ഓൾഡ് ഇംഗ്ലീഷ് ആയിട്ടോ. അപ്പോൾ ഐ ലവ് യു ട്രൂ എന്നുള്ള, ഐ ലവ് യു ട്രൂ, അതാ ഐ ലവ് ദീ ട്രൂ എന്ന്. അവളുടേതായിട്ടുള്ള ഫെയറിയുടേതായിട്ടുള്ള സ്ട്രേഞ്ച് ആയിട്ടുള്ള ലാംഗ്വേജിൽ ഫെയറി പറയുക ഐ ലവ് ദീ ട്രൂ. ഷീ took to me to her elfin grove. എന്നിട്ട് അവൾ എന്നെ അവളുടെ ആ ഒരു ഫെയറി കേവിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ പോയിട്ട് അവൾ ഭയങ്കരമായിട്ട് അങ്ങ് കരയുന്നു, ഭയങ്കരമായിട്ട് തേങ്ങി കരയുക. സോ ഞാൻ എന്ത് ചെയ്യുക, ഞാൻ മീൻസ് നൈറ്റ് അവളുടെ വൈൽഡ് ഐസിനെ ക്ലോസ് ചെയ്തിട്ട് ഒരു 4 kisses കൊടുത്തു. ഓക്കെ, എന്നിട്ട് ആ ഫെയറി ലേഡി എനിക്കൊരു താരാട്ട് പാട്ട് പാടിത്തന്നു. ആ ഒരു പാട്ട് കേട്ടപ്പോൾ തന്നെ ഞാൻ സ്ലീപ്പിലേക്ക് പോയി, വളരെയധികം ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയി. ആ ഡീപ്പ് സ്ലീപ്പിൽ ഞാനൊരു ഡ്രീം കാണുന്നു, ഒരു വേഴ്സ്റ്റായിട്ടുള്ള സംഭവം, ഒരു നൈറ്റ് മെയർ പോലെ എനിക്ക് പറയാം. കോൾഡായിട്ടുള്ള ഹിൽ സൈഡിൽ ഇപ്പോൾ ഈ കോൾഡ് ഹിൽ സൈഡിൽ നമ്മളെ നൈറ്റ് നിൽക്കുന്നില്ലേ, അതുപോലെ കോൾഡ് ഹിൽ സൈഡിൽ ഞാൻ കാണുന്നത് പെയിലായിട്ടുള്ള ടയേർഡായിട്ടുള്ള കിങ്സിനെയും പ്രിൻസസിനെയും പെയിലായിട്ടുള്ള വോറിയേഴ്സിനെയും, അവരെല്ലാം ഡെഡ് ബോഡീസ് കണക്ക് ഡെത്ത് പെയിലായിരുന്നു. അവരെല്ലാം ഉറക്കെ വിളിച്ച് ചോദിക്കുക, ലാബൽ ഡെയിം സാൻസ് മേഴ്സി ഹാത്ത് ദി ഇൻ ത്രോൾ. അതായത് ബ്യൂട്ടിഫുൾ ലേഡി വിത്തൗട്ട് മേഴ്സി, അവൾ നിങ്ങളെ അവളുടെ ബന്ധനത്തിലേക്കാക്കിയോ എന്ന്. അപ്പോൾ ഞാൻ അവരുടെ ആ സ്റ്റാറുടെ ആ കിങ്സിൻ്റെയും പെയിലായിട്ടുള്ള കിങ്സിൻ്റെയും പ്രിൻസസിൻ്റെയും ഒക്കെ സ്റ്റാറുഡ് ആയിട്ടുള്ള ലിപ്സ് കാണുന്നു. അവരെല്ലാം എന്നെ വാൺ ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ആ മൗത്തിനെ ഇങ്ങനെ വൈഡായിട്ട് ഓപ്പൺ ചെയ്യുന്നു, ഇങ്ങനെ വാൺ ചെയ്യാനായിട്ട് അവരിങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു ഡ്രീമിൽ നിന്നും, ആ ഒരു നൈറ്റ് മെയർ എന്ന് തന്നെ പറയാം, ഒരു ദുസ്വപ്നത്തിൽ നിന്നും ഞാൻ എണീറ്റപ്പോൾ ഞാൻ എവിടെ നിൽക്കുക, ഈ കോൾഡ് ഹിൽ സൈഡിൽ നിൽക്കുക. ഓക്കെ, ആൻഡ് ദിസ് ഈസ് വൈ ഐ സൊജോൺ ഹിയർ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ കറങ്ങി നടക്കുന്നത്. എലോൺ ആൻഡ് പെയിലി ലോയിത്തറിങ് ദോ ദ സെഡ്ജ് ഈസ് വിതേർഡ് ഫ്രം ദ ലേക്ക് ആൻഡ് നോ ബേർഡ് സിംഗ്. സെഡ്ജ് ലേക്കിൽ നിന്ന് വിതേർഡായിട്ടും ബേർഡ്സ് ഒന്നും സിംഗ് ചെയ്യാനില്ലാതിരുന്നിട്ടും ഞാൻ ഇവിടെ വന്നതിൻ്റെ റീസൺ ഇതാ. പക്ഷേ ഈ ലേഡിയെക്കുറിച്ച് ഇങ്ങനെ ഇത്രയും പറയുമ്പോഴും, ലേഡിയെക്കുറിച്ച് പറയുന്ന ആ ഒരു ടൈമിലും അയാൾക്കൊരു കൺസലേഷൻ, ഒരു കംഫർട്ട് കിട്ടുമായിരുന്നു. ആർക്കാ? നൈറ്റിന്. ഓക്കെ, അപ്പോൾ ഇതെന്ന് പറയുന്നത് ടിപ്പിക്കലി ഒരു ജോൺ കീറ്റ്സിൻ്റെ ഒരു ഓട്ടോബയോഗ്രഫിക്കൽ പോമാണ് ഈ ഒരു പോം. ഓക്കെ, അപ്പോൾ ജോൺ കീറ്റ്സിന് ആ ഒരു ഫാനി ബ്രൗണി എന്ന് പറയുന്ന ലേഡിയുടെ ആ ഒരു ഇതിൽ നിന്നും മാറാനായിട്ട് ജോൺ കീറ്റ്സിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതൊരു ഓട്ടോബയോഗ്രഫിക്കൽ പോമാണ്, ഇതൊരു ബാലഡാണ്, ഒരു മിഡീവിയൽ ബാലഡാണ്. നൈറ്റിൻ്റെയും ഫെയറിയുടെയും ഒക്കെ സ്റ്റോറിയാണ്. ഇറ്റ്സ് എ വെരി വണ്ടർഫുൾ സ്റ്റോറി, ഇറ്റ്സ് വണ്ടർഫുൾ പോം ടു റീഡ്. ഓക്കെ, ജസ്റ്റ് റീഡ് ദ പോം. ഓക്കെ, താങ്ക് യു.